കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിതിൻ രാജ് എന്ന 21 വയസ്സായ ഒരു പയ്യൻ ആ കോളേജിൽ വെച്ച് മരണപ്പെട്ടു. ഒരാഴ്ചയായിട്ടും ഒരു നടപടിയും ആ കോളേജിനെതിരെ എടുക്കുകയോ മരണത്തിന് ഉത്തരവാദിയായ റാമെന്ന് പറയുന്ന അവനെയും അതുപോലെ ബാക്കിയുള്ള ടീച്ചർമാർ അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. പ്രിൻസിപ്പളും എല്ലാവരും ഇതിന് ഉത്തരവാദിയാണ്. ഈ ഒരു കുട്ടിയുടെ മരണത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പയ്യൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത് ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അത്രയ്ക്കും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ കോളേജിലോട്ട് പോയി അഡ്മിഷൻ എടുക്കുന്നത്. എന്നിട്ട് അവിടെ നടക്കുന്ന ക്രൂര പീഡനങ്ങൾ, ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ കുറച്ച് സാറെന്നൊന്നും പറയാൻ പറ്റൂല അവരെയൊന്നും, കുറച്ച് നാറികൾ, കുറച്ച് പരമനാറികൾ, ഡെന്റൽ കോളേജിലുള്ള നാറികൾ, അവന്മാരെല്ലാം കൂടി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദികളായ അവന്മാരെ ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ട് പിടിക്കാത്തത്? നിതിൻ രാജിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വിട്ടായിരുന്നു, കൂട്ടുകാർക്ക് അയച്ചതാണ്. ഇപ്പോൾ അതുപോലെ രണ്ടാമതും വേറൊരു ശബ്ദ സന്ദേശം പുറത്ത് വന്നിട്ടുണ്ട്. ഈ നാറികളെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ആ കുട്ടി മരണപ്പെട്ടു, അതിനെ കൊല്ലുകയാണ് ചെയ്തത്, അല്ലാതെ അത് സ്വയം ചെയ്തതല്ല. അത് കുടുംബമേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിദ്യാഭ്യാസം, അതിൻ്റെ പഠനം, അതുപോലെ കുടുംബം എന്ന് ഉള്ള ഒരു ചിന്ത മാത്രമായിരുന്നു ആ കുട്ടിക്ക്, അതിൻ്റെ ഭാവി എന്നുള്ളൊരു ചിന്തയുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അതിനെ ഇവന്മാരെല്ലാം കൂടി കൊന്നിട്ട് ഇപ്പോൾ പോയി ഒളിവിലിരിക്കുന്നു. നിതിൻ രാജിൻ്റെ രണ്ടാമത്തെ ശബ്ദ സന്ദേശം. എനിക്ക് ഉറപ്പൊന്നുമില്ല, എനിക്കും എന്നെ പോലെയാ. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കുന്ന ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അത് മാത്രമല്ല പ്രിൻസിപ്പളും HOD-മാരും, നിനക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DED എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പൊ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പൊ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പറയാം. അപ്പൊ എടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. നിതിൻ രാജിൻ്റെ ശബ്ദ സന്ദേശമാണ് കേട്ടത്. ഇത്ര അറ്റത്തോളവും പറയുന്ന, ഇത്ര വ്യക്തമായിട്ട് ആ കുട്ടി പറയുന്നുണ്ട്. എന്തൊക്കെ സഹിച്ചാൽ തന്നെയും അവൻ അവിടെ നിൽക്കണം, പഠിച്ച് ഡോക്ടറായി ഇറങ്ങണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ മകൻ അവിടെ നിന്നതും നല്ലതുപോലെ പഠിച്ചതും. അത് എക്സാം ആയാൽ തന്നെ അത് വേറുള്ള ഒരു ദുശീലങ്ങളിലേക്ക് പോവാതെ അതിരുന്ന് പഠിച്ച് അതിന് മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു ആ മകനുള്ളത്. പക്ഷേ വെറും പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടി അതിനെ ജാതി പറഞ്ഞും ജാതിയുടെ പേരിലും അതുപോലെ നിറത്തിൻ്റെ പേരിലും എല്ലാം പറഞ്ഞുകൊണ്ട് പണത്തിൻ്റെ പേരിലും അതിനെ ആക്ഷേപിക്കുകയും അവസാനം കൊലയ്ക്ക് കൊടുത്തു. നിതിൻ രാജിൻ്റെ അച്ഛൻ കുറച്ച് വാക്കുകൾ ആ സങ്കടത്തോടു കൂടി പറയുന്നു. ഇന്നിപ്പോൾ 5-6 ദിവസമായിട്ട് പോലും, ഏകദേശം ഒരാഴ്ചക്കകത്തായിട്ട് പോലും ഈ നിതിൻ രാജിൻ്റെ കൊലയാളികളെ പിടിക്കാത്തത് എന്തുകൊണ്ട്? ആ അച്ഛനായിരുന്നാലും ആ കുടുംബത്തെ അമ്മയ്ക്കായിരുന്നാലും അമ്മയൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. അവർക്കൊക്കെ സുഖമില്ലാതായി എന്നുള്ള ന്യൂസാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ അന്വേഷണത്തെ വഴി തിരിച്ചു വിടാൻ പ്രിൻസിപ്പൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ മറ്റുള്ള ചാനലുകളിലൂടെയൊക്കെ ഇവിടെ വന്ന എൻ്റെ ബന്ധുക്കളും മക്കളുമൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു. കാരണം വിനോദ് മോനി എന്ന് പറയുന്ന പുതിയ പ്രിൻസിപ്പാൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കാരനാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. കാരണം ഇപ്പോൾ 2 മാസമായുള്ളൂ ഓൾറെഡി അവിടെ പ്രിൻസിപ്പാളായിട്ട് നിയമനം നടത്തിയിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് രേഖാമൂലം പല നടപടികളും ഞാൻ പ്രിൻസിപ്പാളിന് സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അവർ കാറ്റിൽ പറത്തിക്കളഞ്ഞു, പാടെ കീറിക്കളഞ്ഞു. ഈ വിനോദ് മോനി എന്ന് പറയുന്ന പ്രിൻസിപ്പള് നാറിയെ നെറികെട്ട ഒരു രീതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു പുല്ലും അറിയത്തില്ല. കാരണം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എൻ്റെ മകനെ ഞാൻ കൊണ്ട് അഡ്മിഷനാക്കി 6-7 പ്രാവശ്യം അതിനകത്ത് കടന്നിട്ടുള്ള ആളാണ് നിതിൻ രാജിൻ്റെ അച്ഛനായ ഈ വേദനിക്കുന്ന അച്ഛൻ. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെന്ന് ഇദ്ദേഹത്തെ കൊണ്ട് അവിടുത്തെ ഭരണകൂടം, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ഭരണകൂടം, അതായത് റാം ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അല്ലാതെ അവിടെ വേറെ നിതിൻ രാജിന് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലംസുമില്ല. പിന്നെ മാം, ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയുണ്ടല്ലോ, OR കേളു, അദ്ദേഹമോ ആരോഗ്യമന്ത്രി വീണ ജോർജോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി MR ബിന്ദുവോ ഇതിന് നേരിട്ടൊരു അന്വേഷണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഇടപെട്ടിട്ടില്ല. ആരോഗ്യ മേഖലയിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്, അത് ഇടപെട്ടിട്ടില്ല. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിന് MR കേളു
മന്ത്രി, അദ്ദേഹം ഇടപെട്ടിട്ടില്ല. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു, അവരും ഇടപെട്ടിട്ടില്ല. പിന്നെ ആരും ഇടപെടൂല. ഇത് പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ആരും ഇടപെടൂല. ഈ പോരെങ്കിൽ ഈ പണച്ചാക്കുകൾക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് പണച്ചാക്കുകളായ യവന്മാരെ ഒളിപ്പിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പിടിക്കാത്തത്? യവന്മാരെ എന്തുകൊണ്ട് ഒരാഴ്ചയായി ഈ സംഭവം നടന്നിട്ടു, എന്നിട്ട് എന്തുകൊണ്ട് പിടിക്കാത്തത്? മൂന്നാമത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ, ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇത്ര ചീപ്പായ ഒരു മേഖലയെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം 4ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടും യാതൊരുവിധ അനുകൂലമായ മറുപടികളുമില്ല. എൻ്റെ വീട്ടിൽ കുറേ പേര് കാണാൻ വന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒരു സാധാരണക്കാരനായ സമൂഹത്തിൽ ജീവിച്ച് ഉന്നത പദവിയിൽ എത്തേണ്ട ഒരു സാധാരണക്കാരായ എൻ്റെ മോനെ അവർ ഇത്രയും നൊമ്പരപ്പെടുത്തി കൊന്നിട്ട് ഇത്രയും ദൂരെ താമസിച്ചിട്ടും അവനെ ആ കാലവെറിയനെന്ന് തന്നെ ഞാൻ വിളിക്കുള്ളൂ. പണ്ട് സാറെന്ന് വിളിച്ചാൽ ഞാൻ അവനെ വിളിക്കൂല തീർത്തും. ആ കാലവെറിയനെ പിടികൂടാൻ ഈ ഭരണകൂടത്തിനോ ഈ ആഭ്യന്തര വകുപ്പിനോ കഴിയാത്തത് കൊണ്ട് എന്ത് നിശ്ചയതാണ്, എന്ത് തോന്നിയാസമാണ്? മുഖ്യമന്ത്രിയുടെ മണ്ഡലമല്ലേ ധർമ്മടം, അവിടെ അല്ലേ അഞ്ചര കമ്മീഷൻ. മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. സംരക്ഷിക്കുന്നത് എന്താണെന്ന് ഇപ്പം മനസ്സിലായിക്കൊള്ളണം. ഒരു രക്ഷയില്ല. പിന്നെ കുറേ പോലീസന്മാരും കുറേ ഇതിൻ്റെ പിന്നാലെ അങ്ങുണ്ട്, അതിൽ കൂടിക്കോളും. പിന്നെ ഒരു രക്ഷയും ഇല്ല ഇനി. അത് തന്നെ കാര്യം. വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിലെത്തിയിട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളോട് സംസാരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആരും വീട്ടിലേക്ക് വന്നിട്ടില്ലേ? അല്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഓരോ വകുപ്പ് മന്ത്രിമാരും അവരെ വകുപ്പുകളും ഉണ്ടല്ലോ. അപ്പോൾ പെരുമാറ്റച്ചട്ടം പിന്നെ ഇപ്പോൾ കാവൽ മന്ത്രിസഭയൊക്കെയാണ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കുന്നു എന്നെല്ലാം എനിക്കറിയാം. പക്ഷേ എന്നായിരുന്നാലും ഓൾറെഡി അടിയന്തരമായി ഇവർ എന്തെങ്കിലും പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇല്ല. ആ പിന്നെ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഫെസിലിറ്റീസൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും മനസ്സിലാക്കാതെയുള്ള എനിക്കിപ്പോൾ തോന്നുന്നത് ഇവരെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു കളിയെന്നാണ് തോന്നുന്നത്. കാരണം ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ പരമനാറികള യവന്മാരെയും കൂടെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ്. ഈ നിതിൻ രാജിന് ഇനി ഒന്നുകിൽ ഇതുവരെയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് പറയണത്. അത് വരാൻ വൈകുന്നു എന്ന് നിതിൻ രാജിൻ്റെ സഹോദരിയുടെ ഭർത്താവ് പറയുന്ന കേട്ടു. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വൈകണ്? പെട്ടെന്ന് തന്നെ ഒരു ദിവസം പോലും വേണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമല്ലോ. അതുപോലെ തന്നെ നിതിൻ രാജിനെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇവിടെ അല്ല, ഇത് തിരുവനന്തപുരം സ്വദേശി, നെടുമങ്ങാട് സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളതായിരുന്നു. അത് തിരുവനന്തപുരത്ത് അല്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അഥവാ അങ്ങനെ അല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവർക്ക് എന്തോ പന്തികേടുള്ളത് പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇവരത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണ്. ചെയ്ത് അതെന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം. നിതിൻ രാജിൻ്റെ സഹോദരി പറയുന്നുണ്ട്, ഒരിക്കൽ പറയും 3ാമത്തെ നിലയെന്നാണ് വീണതെന്ന് പറയുന്നത്, ചാടിയെന്ന് പറയുന്നത്. പിന്നെ പറയുന്ന 5ാമത്തെ നിലയെന്നാണ്. പിന്നെ പറയുന്നു തട്ടി വീണതാണ്, താഴേന്ന് തട്ടി വീണതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ സഹോദരിയുടെ ഭർത്താവ് പറയുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊണ്ട് കിടത്തിയ ആ സമയത്ത് ഈ ഭാഗത്തൊക്കെ കമ്പിക്ക് കുത്തിയ പാടുകളുണ്ടായിരുന്നെന്ന്. എല്ലാം കൂടി സ്റ്റാഫ് റൂമിനകത്ത് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് വൈരാഗ്യത്തിൻ്റെ പുറത്ത് ജാതിയുടെയും ഇതിൻ്റെയൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഈ കുട്ടിയെ സ്റ്റാഫ് റൂമിനകത്ത് കൊണ്ടുപോയി എല്ലാം കൂടി ക്രൂരമായിട്ട് ഇതിനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ മൊബൈലും എല്ലാം മേടിച്ച് വെച്ചിട്ട് അതിനെ നല്ലതുപോലെ ഒരു അന്വേഷണം വേണം. 4 ദിവസമായിട്ടും മറ്റേ റാമെന്ന് പറയുന്ന ആ ഭീകരനെ പിടിക്കാനോ സംഗീതയെ പിടിക്കാനോ പറ്റാത്ത ഇവർ എന്തുകൊണ്ട് പോലീസൊന്നും പറഞ്ഞ് നടക്കുന്നു? ഇവർ ഒരുപാട് പേര് കാര്യങ്ങൾ. എൻ്റെ പൊന്നച്ച, പോലീസന്മാരെല്ലാവരും ഇവരെ പക്ഷമാണ്. ഈ റാമിൻ്റെയും സംഗീത എന്ന് പറയുന്ന അവളുമാരെയും അതുപോലെ അവിടെയുള്ള സാറന്മാരെയും എല്ലാത്തിൻ്റെയും പക്ഷമാണ്. പ്രിൻസിപ്പാളിൻ്റെ എല്ലാവരെയും സൈഡാണ്, പിന്നിലുള്ളവരാണ് ഇവരെല്ലാവരും. ഇവരെ എല്ലാവരെയും സംരക്ഷിക്കാൻ ആളുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെങ്കിൽ പിന്നെ പിടിക്കാത്തത്.
ഒരു ചെറിയ ഒരു കള്ളം തന്നെ ചെയ്യുന്നവരെ പിടിക്കുന്നില്ലേ? ഇപ്പം ഇന്നലെ തന്നെ വിഴിഞ്ഞത്തെ ഒരു സംഭവം നടന്ന് ആ റോഡിലിട്ട് ഒരു ബാറിൻ്റെ മുന്നിലിട്ട് ഒരു പയ്യനെ അടിക്കുന്നു. ബാറിൽ കയറി മദ്യപിച്ചിട്ട് ആ കൂടെ മദ്യപിച്ചവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കുന്നു. അടിച്ച അവനെ അവിടെ വെച്ചിട്ട് അവനെ കൊല്ലുകയാണ് ചെയ്യണത്. ആ പയ്യനെ കൊല്ലുന്നു. എന്നിട്ട് അവന്മാർ വലിഞ്ഞതിന് ശേഷം ഈ പോലീസ് എന്തുകൊണ്ട് പിറകെ പോയി പിടിച്ച് കൊണ്ടുവന്നു. അതൊക്കെ അറിയാമല്ലോ. അതുപോലെ ഒരു ചെറിയ ഒരു കള്ളം കാണിക്കുന്ന ഒരു കള്ളനെ ആയിരുന്നാലും കൊണ്ടുവന്ന് ഉടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകില്ല. അപ്പോഴേ അതിൽ വെച്ച് നമുക്ക് മനസ്സിലായിക്കൂടെ ഇവരെ സംരക്ഷിക്കണമെന്ന്. ഉണ്ടാകുന്ന ആരൊക്കെ ചേർന്ന് കളിക്കുന്നു, ഇതിന് പുറകിൽ ആരൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് അങ്ങയുടെ സംശയം? ഇതിൻ്റെ പിറകിൽ പിന്നെ കോളേജിൻ്റെ എല്ലാ ആളുകളുമുണ്ട്. കാരണം ഞാൻ സാധാരണ ഇടയിൽ നിന്ന്, അതായത് വീട് പണി ചെയ്തും കൂലിവേല ചെയ്തും കഷ്ടപ്പെട്ടും വളർത്തി വലുതാക്കിയതാണ് എൻ്റെ 3 മക്കളെ. 3 നിതിൻ ഉൾപ്പെടെ 2 പെൺമക്കൾ ഉൾപ്പെടെ 3 പേർക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ ഭാര്യയെ കൂലിവേല ചെയ്ത് ഞാനും കൂലിവേല ചെയ്ത് ലോണുകളെടുത്തും മുത്തൂറ്റ് പോലെയുള്ള ഫൈനാൻസിൽ നിന്ന് ലോണുകളൊക്കെ എടുത്ത് തന്നെയാണ് ഞങ്ങളെല്ലാം പഠിപ്പിച്ചത്. മൂത്തവളെ എഞ്ചിനീയർ. അത്രയ്ക്കാണ് ഈ അച്ഛൻ ഈ 3 മക്കളെയും പഠിപ്പിച്ചത്. 2 പെൺമക്കൾക്കും ഉന്നത വിദ്യാഭ്യാസ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് അവർ പഠിച്ചത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അതുപോലെ ഈ മകന് ഡോക്ടറാവണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഡെൻ്റൽ കോളേജിൽ ഇവന് അഡ്മിഷൻ കിട്ടണത്. അങ്ങനെയാണ് 1ാം വർഷ വിദ്യാർത്ഥി ആയതേ ഉള്ളൂ ഈ കുട്ടി. അപ്പോൾ അത്ര കഷ്ടപ്പെട്ട് ലോൺ എടുത്തൊക്കെയാണ് ഇത് പഠിപ്പിക്കണം. പറയുന്നതായിട്ടില്ലേ ലോൺ ആപ്പൊക്കെ എടുക്കുമെന്ന്. അതിനിപ്പം വീണ്ടും നിതിൻ രാജിൻ്റെ മരണത്തിൽ അത് വരുത്തി തീർക്കണത് ലോൺ ആപ്പ് ഏതോ ടീച്ചറിൻ്റെ നമ്പർ വെച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ കള്ളത്തരമാണ്. ഇവർ വരുത്തി തീർക്കണതാണ്. ഇതൊക്കെ നല്ലൊരു അന്വേഷണം വേണം. അത് ലോൺ ആപ്പ് വഴി 14,000 രൂപ എടുത്തിട്ടുണ്ട് എന്ന് സഹോദരി തന്നെ പറയുന്നുണ്ട്. അത് അവരെല്ലാവരും അറിഞ്ഞ് ഈ സഹോദരനെ കൊണ്ട് എടുപ്പിക്കണേണ്. അമ്മേരെ സർജറിക്ക് വേണ്ടിയിട്ട് 14,000 രൂപ അത് അവർ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാ ലത എന്ന് പറയുന്ന ടീച്ചറിൻ്റെ പേരിലോട്ട് വന്ന് അത് ഇവരെ അമ്മേരെ ഈ നിതിൻ രാജിൻ്റെ അമ്മേരെ പേരും ലതയെന്നാണ്. അങ്ങനെയുള്ള മിസ്റ്റേക്ക് അങ്ങാണ്ടാണ് അവിടെ. അത് അങ്ങനെ അങ്ങ് വരുത്തി തീർത്തി. എന്തിനാണ് വേറൊരു രീതിക്ക് ഇതിങ്ങനെ ചെയ്തത്? വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവേണു. ഒക്കെ പാസ്സായി ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവളും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. 30,000 50,000 ഒക്കെ കൊടുക്കാൻ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ എടുത്ത് തന്നെയാണ് അത് ഞങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് അടയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് സാധാരണക്കാർ ചെയ്യണത്. കാരണം അവർക്ക് ഒറ്റയടിക്ക് 65,000 85,000 അവിടെ ഓൾറെഡി ഉന്നത വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ മൈക്രോ ഫൈനാൻസോ ലോൺ ആപ്പുകളോ ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ ഞങ്ങൾ ഇടപെട്ട് അത് എടുത്ത് അവർക്ക് അടച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തവണകളായി അത് അടയ്ക്കും. പിന്നെ അതിൻ്റെ പേരിൽ നിതിൻ്റെ പേരിൽ ഒരു ആപ്പിൽ ഇങ്ങനെ വന്നു, അതാണ് അത് കുടുങ്ങിയ മാനസികോഷം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കോളേജിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നത് ഇങ്ങനെ ലോൺ എടുത്ത് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ലോൺ ആപ്പിലൂടെ ലോൺ എടുക്കുന്നതും അത്ര പുതിയ കാര്യമൊന്നുമില്ല. എല്ലാവരും അങ്ങനെ എടുക്കുന്നത്. പക്ഷേ ഈ ലോൺ ആപ്പിലൂടെ എടുത്ത ഈ കാര്യം പറഞ്ഞു മാത്രം അതിലേക്ക് മാത്രം ഈ പ്രശ്നത്തെ അന്വേഷണത്തെ ചുരുക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം കുടുംബത്തിനുണ്ടോ? മാം, അത് അന്വേഷണം ശ്രദ്ധ തിരിച്ചുവിടാൻ നോക്കുകയാണ്. അതായത് ഞാൻ ആ വീഡിയോ അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ പോവുകയാണ്. അതെല്ലാവർക്കും മനസ്സിലാവും ശ്രദ്ധ തിരിച്ചുവിടാൻ പോവുകയാണെന്നുള്ളത്. ലോൺ ആപ്പിൻ്റെ കാര്യവും പറഞ്ഞ് അത് വേറൊരു വശത്തോട്ട് വിടുന്നു. ഇപ്പോൾ അവിടെ പഠിച്ച ഒരുപാട് കുട്ടികൾ രംഗത്ത് വരുന്നുണ്ട്. അവർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും. പക്ഷേ ഈ നിതിൻ രാജ് മരിക്കണേന് മുമ്പ് വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് സമൂഹത്തിന് മുന്നിൽ ഈ കുട്ടികൾ പറയണമായിരുന്നു. അവർ പരസ്പരം അവിടെ പരാതി കൊടുത്തു, ഇവിടെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ പ്രതിഷേധങ്ങളൊക്കെ അവർ നടക്കുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഈ കുട്ടിക്ക് നിതിൻ രാജിന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കുക. ഈ സ്റ്റാഫ് റൂമിനകത്ത് ഇത്രയും എണ്ണം കൂടെ ഇട്ട് ആക്രമിക്കുമ്പോൾ, അതിനെ ഉപദ്രവിച്ചപ്പോൾ അതിന് എന്താണ് അവിടെ സംഭവിച്ചത്? കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിന് ഒടിവോ ചതവോ അല്ലെങ്കിൽ ചിന്നിച്ചെതറേ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു ശകലം ബ്ലഡോ അങ്ങനെ ഒന്നും ആ തറയിൽ ഒരു ശകലം പോലും ആ കുട്ടി വീണതായിട്ട് ഒന്നും തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം യുവന്മാർ ഉപദ്രവിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊണ്ട് കിടത്തിയായിരിക്കും. യുവന്മാർ ഉപദ്രവിച്ചത് തന്നെയാണ് ഇത് അത്രയും എണ്ണം കൂടി.
സ്റ്റാഫ് റൂമിനകത്ത് വെച്ച്. അതിനെ അത്രയ്ക്ക് മാനസികമായിട്ട് അതിനെ ഇട്ട് പീഡിപ്പിച്ചു. പിന്നെ മണിക്കൂറുകളോളം ഈ കുട്ടിയെ കൊണ്ടുവന്ന് അവിടെയും കണ്ട മെഡിക്കൽ കോളേജിലോ അവിടെയും കണ്ട കണ്ണൂർ ആ മെഡിക്കൽ കോളേജിലോ കണ്ട കൊണ്ട് കിടത്തിയിരുന്നെന്ന് പറയുന്നു. അതിന് ജീവൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. എന്തുകൊണ്ട് വിളിച്ച് അതിൻ്റെ വീട്ടിൽ പറഞ്ഞില്ല? അവനിങ്ങനെ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവ പറയുന്ന കേട്ടോ, അമ്മേരെ മൊബൈൽ സ്വിച്ച് ഓഫ്, എല്ലാവരും മൊബൈലും ഒത്ത് സ്വിച്ച് ഓഫ് ആയിപ്പോയാ. നല്ല അടവി തന്നെ. ഇതാണ് സംരക്ഷിക്കുന്നതെന്ന് പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓ പോസിറ്റീവ് ബ്ലഡ് എല്ലാവർക്കും, മിക്കുള്ളവർക്കും ഓ പോസിറ്റീവ് ബ്ലഡാണ്. അത് കിട്ടാൻ ഒരു ക്ഷാമവും ഇല്ല. ബ്ലഡ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സ്റ്റാഫ് റൂമിനകത്തായിരുന്നാലും CCTV ഉണ്ട്. മൊത്തത്തിൽ CCTV കാണും. ആ CCTV ഫുട്ടേജുകൾ എടുക്കണം. അതും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇവരെ ഈ റാമിൻ്റെയും ബാക്കിയുള്ളവരെയും പിൻഗാമികളായിട്ട് നിൽക്കണവരാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോണില്ല. CCTV എടുക്കൂല. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തരൂല. അതും തേച്ച് മാച്ച് കളയും. CCTVയും തേച്ച് മാച്ച് കളയും. അതും നശിപ്പിക്കും. ഇതൊക്കെയാണ് ഇനി ഇപ്പം നടക്കാൻ പോണത്. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വീട് വെച്ച് തരാം, അതുപോലെ ഇത്ര ലക്ഷം തരാം, സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൊക്കെ വരുന്നുണ്ട് നിതിൻ രാജിൻ്റെ വീട്ടിൽ. പക്ഷേ ഇവർക്ക് വേണ്ടത് ആദ്യം നിങ്ങൾ നീതി നടപ്പാക്കുക. ആദ്യം ഇതെന്താണെന്ന് തെളിയിക്കുക. എന്നിട്ട് ഈ കുറ്റവാളികളെ എല്ലാത്തിനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. ഈ കോളേജ് പൂട്ടിക്കണം. യോനെ പുറത്ത് വിടരുത്. ഈ ഡോക്ടർ റാമിനെ ആയിരുന്നാലും മറ്റെന്തൊരു സംഗീതമായിരുന്നാലും ഗിംഗീതയായിരുന്നാലും ഒറ്റ എണ്ണത്തിനെയും വെളിയിൽ വിടരുത്. എല്ലാ എണ്ണത്തിനെയും അകത്തിടണം.